ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പലനടയിൽ ജെ ജെ ഹേ എന്ന ചിത്രത്തിന് ശേഷം ബിബിൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം. ദീപു പ്രദീപാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജ്, ബേസിൽ, നിഖില വിമൽ, അനശ്വരാജ്, ജഗദീഷ്, അങ്ങനെ ബൈജു, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ തമിഴ് ഹാസ്യതാരമായ യോഗി ബാബും ഈ ചിത്രത്തിൽ ഒരു അതിഥി വേഷമായിട്ട് എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആവശ്യമായിട്ടൊന്നും ഇല്ലെന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു കോമഡി ക്യാരക്ടർ ആണെങ്കിൽ പോലും ഈ ചിത്രത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും പുള്ളിയുടെ ഒരു ക്യാരക്ടറിന് ഇല്ലായിരുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല ഹ്യൂമറൊക്കെ വെച്ച് നല്ല രസമായിരുന്നു ഫസ്റ്റ് ഹാഫ് കാണാനായിട്ട്. അതായത് പൃഥ്വിരാജിൻ്റെയും ബേസിലിൻ്റെയൊക്കെ അവരുടെ ഒരു സംഭാഷണവും ചില രംഗങ്ങളുമൊക്കെ നല്ല കിടുക്കനായിരുന്നു. അതുപോലെ പഴയ തമിഴ് പാട്ടുണ്ടല്ലോ, അഴകിയ ലൈല, അതൊരു ചില സീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ടും ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ ഈ സിനിമയുടെ ടൂണും ആ പാട്ടും ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് കോമഡി ഉണ്ട്. ഇപ്പം ഇൻ്റർവ്യൂവിലൊക്കെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് എന്താ സംഭവം എന്നറിയാം, പക്ഷേ അതിലെ ക്യാരക്ടേഴ്സിന് എന്താ സംഭവം അറിയാതെ ചമ്മി നിൽക്കുന്നതും അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ കോമഡികളൊക്കെ ഫസ്റ്റ് ഹാഫിൽ നല്ല രസമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ഗംഭീരമായൊരു ഫസ്റ്റ് ഹാഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഒരു മൊത്തവും ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ടാണ് തോന്നിയത്. അതുപോലെ ക്ലൈമാക്സിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഓവറായിപ്പോയി. നമ്മൾ പണ്ടത്തെ സിനിമയിൽ കാണുന്ന പോലെ ഈ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെല്ലാം ഈ ഒരു ക്ലൈമാക്സിൽ കൊണ്ടുവരികയും അതിൽ കുറച്ച് അടിയും കോമഡിയും പഴയ ഒരു സിനിമ ഫീൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് കുറച്ച് ഓവറായിപ്പോയി. ഇത് ഓവറാക്കാതെ ഗംഭീരമാക്കി ആ ക്ലൈമാക്സും ആ സെക്കൻഡ് ഹാഫോടെ ചെയ്തായിരുന്നെങ്കിൽ ഈ സിനിമ വേറൊരു ലെവലിൽ പോകാൻ, അതായത് നമ്മുടെ തെങ്കാശിപ്പട്ടണം, ഗോഡ് ഫാദർ പോലെയൊക്കെ ഒരു ലെവലിലോട്ട് ചിലപ്പോൾ ഈ സിനിമ മാറിയാനെ. ഇതിൽ തെങ്കാശിപ്പട്ടണത്തിൻ്റെയും ഗോഡ് ഫാദറിൻ്റെയൊക്കെ ചില രംഗങ്ങൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ചില സീനുകളൊക്കെ ഈ സിനിമയിലുണ്ട്. ഇവർ വിചാരിച്ച് കാണുമായിരിക്കും ചിലപ്പം. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു നൊസ്റ്റു പഠിക്കാൻ വേണ്ടിയായിരിക്കും ചില സീനുകളൊക്കെ അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ ഓവറായിട്ട് തോന്നിയില്ല ആ സീനുകളൊന്നും. പക്ഷേ ക്ലൈമാക്സിലോട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സിറ്റുവേഷൻസും എല്ലാം ഒരു അവിയൽ പോലെ നമുക്കൊന്നും അങ്ങോട്ട് ദഹിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ലോജിക്കൊന്നും ഇല്ലാതാണ് ഈ സിനിമ കാണണം. കോമഡിയൊക്കെ ആണെങ്കിലും നമുക്ക് ലോജിക്ക് ഇല്ലാതെ ആണല്ലോ മിക്ക കോമഡികളും. ഇതിൽ അങ്ങനെ ചളിയൊന്നും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചളി ഉണ്ടെങ്കിൽ പോലും വളരെ റയർ കുറച്ചൊക്കെ ഉള്ളു. അല്ലാതെ അങ്ങനെ ചളിയൊന്നുമില്ലാത്ത അത്യാവശ്യം സിറ്റുവേഷൻ കോമഡികൾ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിലുണ്ട്. സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ഒരു കുറവ് പോലെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും നല്ല രസമാണ്. ഇതിലെ കോമഡിയുടെ സിറ്റുവേഷൻസിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ വിഷ്വൽസൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ സെറ്റാണ് ഇട്ടിരിക്കുന്നത്. അതെനിക്ക് അത്രയ്ക്കൊരു വർക്കിങ്ങിന് ഒരു തൃപ്തി എനിക്ക് കണ്ടിട്ടൊരു സെറ്റായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഗുരുവായൂർ അമ്പലനടയിലെ ആ ഒരു സെറ്റുണ്ട്, ഗുരുവായൂർ അമ്പലനട, ആ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. നമുക്ക് തന്നെ ആർക്കായാലും കണ്ടാൽ തോന്നുക ഇതൊരു സെറ്റാണ്, ഗുരുവായൂർ അമ്പലമായിട്ട് ഫീൽ ചെയ്യത്തില്ല. എനിക്കങ്ങനെ തോന്നി, അതെണ്ണം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അല്ല നോക്കുമ്പോൾ ഈ സിനിമ 2.5 മണിക്കൂർ ലോജിക്കൊന്നും ഇല്ലാതെ ചിരിച്ച് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് പൃഥ്വിരാജ് കോമഡിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത്യാവശ്യം അല്ലെങ്കിൽ ബോറാക്കിയിട്ടുണ്ട് പല സിനിമകളും. അമർ അക്ബർ അല്ലാതെ ചില സിനിമകളൊക്കെ ഇച്ചിരി ഓവറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഓവറാക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചില ഭാഗത്തൊക്കെ ഓവറാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കോമഡികളും ഒക്കെ സിറ്റുവേഷൻസ് ആയതുകൊണ്ട് ചിലതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബേസിലെ സിറ്റുവേഷൻ കോമഡി ആയാലും പുള്ളിയുടെ ചില ചിരികൾ, ചില ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിഖില വിമലിന് ഇതിനകത്ത് അധികം അതായത് സംഭാഷണം കുറവാണ്. പുള്ളിക്കാരെ ചില എക്സ്പ്രഷനും അതൊക്കെ ഉള്ളു. പുള്ളിക്കാന്ന് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സംഭാഷണം കുറവുള്ള ഒരു മെയിൻ നായികയായിട്ടാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അവർക്ക് സംസാരം കുറവാണ്. അനശ്വരാജൻ അതും വലിയ വെറുപ്പിക്കാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് ബേസിലും പൃഥ്വിരാജിൻ്റെയും കോമ്പിനേഷൻ സീനുകളാണ്. എനിക്ക് അവരുടെ ഒരു രസമുള്ള കുറേ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഫസ്റ്റ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കുള്ള ആ രസക്കൂട്ടങ്ങ് മാറുകയാണ്. ഫസ്റ്റ് ഹാഫ് പോലെ സെക്കൻഡ് ഹാഫും കൂടെ ഗംഭീരമായിരുന്നെങ്കിൽ ഈ ചിത്രം വേറൊരു ലെവൽ ആയി മാറിയേനെ.